രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നതാണ് 2026 മുതൽ 27 വരെ ബജറ്റ് രേഖകൾ. നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. ഈ ബജറ്റിൽ സർക്കാർ വിപണിയിൽ നിന്നും കടമെടുക്കുന്നത് 17.2 ലക്ഷം കോടി രൂപയാണ്. ഇതിന്റെ ഗൗരവം വ്യക്തമാകണമെങ്കിൽ നാം പലിശയുടെ കണക്ക് നോക്കണം. ഒരു വർഷം മാത്രം പലിശയിനത്തിൽ സർക്കാർ നൽകേണ്ടി വരുന്നത് 13.9 ലക്ഷം കോടി രൂപയാണ്. താരതമ്യം ചെയ്താൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വകയിരുത്തിയ 1.2 ലക്ഷം കോടി രൂപയുടെയും ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച 1.06 ലക്ഷം കോടി രൂപയുടെയും ആകെ തുകയേക്കാൾ ഏതാണ്ട് 6 മടങ്ങധികമാണ് സർക്കാർ പലിശയ്ക്ക് മാത്രം നൽകുന്ന തുക. കടബാധ്യതയുടെ ഭീകരത ഇവിടെ വ്യക്തമാണ്. 2014-ൽ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം കടം ഏകദേശം 55 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ ഇന്ന് 2026-ലെത്തുമ്പോൾ അത് 210 ലക്ഷം കോടി രൂപയിലധികമായി കുതിച്ചുയർന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയോ? കസ്തൂരി രംഗൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതികൾ ശുപാർശ ചെയ്തത് GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണമെന്നാണ്. എന്നാൽ ഈ സർക്കാർ വകയിരുത്തിയത് വെറും 2.9% മാത്രമാണ്. ലക്ഷ്യത്തിലേക്ക് അടുക്കുകയല്ല, മറിച്ച് അവിടെ നിന്ന് ഓരോ വർഷവും പിന്നോട്ടു പോവുകയാണ് നാം ചെയ്യുന്നത്. ഇനി GDP-യും വരുമാനവും. GDP-യിൽ വലിയൊരു ഭാഗം സേവന മേഖലയിൽ നിന്നുള്ളതാണ്. ആളോഹരി വരുമാനം GDP-യെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് കാണിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം പ്രതിവർഷ ആളോഹരി വരുമാനം ഏകദേശം 2.1 ലക്ഷം രൂപ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് സേവന മേഖലയുടെയും വൻകിട കോർപ്പറേറ്റുകളുടെയും വിഹിതം മാറ്റി നിർത്തിയാൽ ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ യഥാർത്ഥ ശരാശരി വാർഷിക വരുമാനം ഇതിന്റെ പകുതിയിൽ താഴെ മാത്രമാണ്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ സേവന മേഖലയ്ക്ക് ലഭിക്കുന്ന ഈ അമിത പ്രാധാന്യം സാധാരണക്കാരന്റെ അധ്വാനത്തിന്റെ വരുമാനമല്ല. അക്കങ്ങളിലെ തിളക്കത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഈ സാമ്പത്തിക അസമത്വം വരും തലമുറയുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും തകർക്കുന്നതാണ്. ഈ കണക്കുകൾ വെറുതെ പറയുന്നതല്ല, ഇന്ത്യയുടെ ഭാവിയിലേക്ക് നമ്മൾ എന്ത് കരുതി വെക്കുന്നു എന്നതിന്റെ ഉത്തരമാണ്.